ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് പുതിയ ഡ്രസ്സ് വന്നു, അതൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കണ്ടോ, സേവ് ദ ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ കാര്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രസ്സായിരുന്നു അത്. പിന്നെ ഈ ഡ്രസ്സ് വന്നിട്ട് സിമ്പിളാണ്, പക്ഷേ ഈ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ പാർട്ടി അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സായിരുന്നു. പിന്നെ കുറേ കോട്ടൻ്റെ ഡ്രസ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വൈറ്റിൻ്റെ തന്നെ 2-3 മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും പെട്ടെന്നൊന്നും അങ്ങനെ പന്നലായി പോകുന്ന ഡ്രസ്സല്ലായിരുന്നു. പിന്നെ ഈ ഡ്രസ്സ് കണ്ടോ, ഇത് നല്ല രസമുണ്ട്. നമുക്ക് ജീൻസിൻ്റെ ഒക്കെ കൂടെ ക്രോപ്പ് ടോപ്പായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സായിരുന്നു. പിന്നെ ഇത് നല്ല കോട്ടണിൽ വരുന്ന ഡ്രസ്സാണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഡ്രസ്സ് സ്റ്റുഡിയോയിൽ ഭയങ്കര റെയറായിട്ടേ കാണാറുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡ്രസ്സ്. ഫുൾ സ്ലീവ്സ് ഒക്കെ വന്നിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു. പിന്നെ അതേ വേറൊരു വൈറ്റ് ഡ്രസ്സുണ്ട്. ഇതും നല്ല ഡ്രസ്സാണ്. ഇതൊന്നും അത്ര പെട്ടെന്ന് നശിച്ച് പോകാത്ത രീതിയിലുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇങ്ങനെ കളറോ കാര്യങ്ങളോ ഒന്നും പോയില്ലല്ലോ, അങ്ങനത്തെ ഡ്രസ്സാണ്. പിന്നെ ഇത് കോട്ടൺ ആയിരുന്നു. ഇത് പെട്ടെന്ന് കളർ പോകുമെന്ന് എനിക്ക് തോന്നി, ആ ക്വാളിറ്റി എനിക്കങ്ങനെ തോന്നിയത്. പിന്നെ ഇത് ഈ ഡ്രസ്സ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയ ഡ്രസ്സാണ്. ഫ്രണ്ട് ഒരു യോക്ക് സ്മോക്കി വർക്ക് ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മെൻസ് കളക്ഷനിൽ ഇത് നമുക്ക് സോക്സൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ കണ്ടത് ഈ വൈറ്റ് ആയിട്ടുള്ള ടീഷർട്ടാണ്. വൈറ്റ് ടീഷർട്ടുകൾ പല ഡിസൈൻസിൻ്റെ വൈറ്റ് ടീഷർട്ടുകൾ കേട്ടോ. പിന്നെ ഇതിന് മുന്നേ നമ്മൾ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലുള്ള കുറേ കളക്ഷൻ തന്നെ ഇപ്പോഴും ഉള്ളായിരുന്നു. ഷർട്ടിൻ്റെയൊക്കെ സെക്ഷനിൽ പോയപ്പം ഒരു ചെക്കിൻ്റെ ഒരു ഗ്രീൻ കളർ വരുന്നുണ്ടല്ലോ, അത് മാത്രം പുതിയ കളക്ഷനായിരുന്നു. ബാക്കിയെല്ലാം ഓൾഡ് സ്റ്റോക്ക് തന്നെയായിരുന്നു.